ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹീലിയ 80യുടെ അൺബോക്സിംഗ് ആണ്. 120 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ചെറിയൊരു കുളത്തിലാണ് 120 വെച്ചിരുന്നത്. അപ്പോൾ 80 നമ്മൾ ഇതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി, ചെറിയ കുളത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 80 ഓർഡർ ചെയ്തത്. ചെന്നൈയിലെ NRS എന്നൊരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അവർ ഉടായിപ്പാണോ എന്തോന്ന് അറിയത്തില്ലായിരുന്നു. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തപ്പം കറക്റ്റായിട്ടൊക്കെ തന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു. നമ്മൾ 4 മീറ്റർ എയർ ഓക്സിയുടെ 24 mm ഒക്കെ ഓർഡർ ചെയ്തിട്ടൊക്കെ അതിനകത്ത് നമുക്ക് 1 മീറ്ററൊക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ 16 mm അതിനകത്തും കുറവുണ്ടായിരുന്നു. ഏതാണ്ട് 3/4 മീറ്ററോളം കുറവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നമ്മൾ പറഞ്ഞ ഡേറ്റ് വെച്ചൊന്നുമല്ല, അവർ 18-ാം തീയതി അയച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ 22-ാം തീയതി അയച്ചെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടൊന്നും കിട്ടാത്ത, കോൾ എടുക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ചെന്നൈയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ മുഖേന അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാണ് അവർ ട്രാക്ക് ഓൺ എന്ന് പറഞ്ഞൊരു കൊറിയർ സർവീസ് മുഖേനയാണ് 2 ദിവസത്തിനകത്ത് കിട്ടുമെന്നുള്ള രീതിയിൽ അയച്ചു തന്നത്. കിട്ടി. കറക്റ്റ് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടി. 3-ാം ദിവസം രാവിലെ നമ്മൾ പോയി 10-11 മണിയായപ്പോഴത്തേക്ക് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതാണിപ്പോൾ അനിയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് അൺബോക്സ് ചെയ്യുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നോ അറിയാൻ വേണ്ടിയിട്ട് ലൈവ് ചെയ്യുകയാണ്. ലൈവ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ ചേട്ടനാണ്. നല്ല രീതിയിൽ അൺബോക്സിങ്ങിൻ്റെ ഒരു ഉസ്താദാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ഒരുപാട് നമ്മൾ എന്തുവാ പറയണ്ടേ, മീൻ വളത്തിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചതെല്ലാം വെളിയിൽ നിന്ന്, ചെന്നൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ആയിരുന്നു. അതിപ്പം അതിലൊരു വീഡിയോ മാത്രമേ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഹീലിയ നല്ലൊരു സംരംഭമാണ്. ചേട്ടനിപ്പോൾ അതിനകത്ത് ആ നോസിൽ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ബ്രൈഡൽ റോസ് അതിനകത്ത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ചെറിയൊരു ടൈറ്റിങ് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് വന്ന് 120-ക്കകത്ത് വന്നിരിക്കുന്നത് നോർമൽ പിന്നായിരുന്നു. ഇതിപ്പം നമുക്ക് ഇതിനകത്ത് അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, മൾട്ടി പിൻ അഡാപ്റ്റർ. ആ ചേട്ടൻ എടുത്ത് കാണിച്ചത്. ഇപ്പം ഞാൻ ഹോസ് ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ ബ്രൈഡൽ റോസിനകത്തോട്ട് കണക്ട് ചെയ്യും. ഇനി നമ്മൾ കുളത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതാണ് അന്യൻ്റെ കുളം.
1/2 സെൻറ്റിന് മേളിലുണ്ട്. എന്നാൽ വളർത്തിയ മീനുകളും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് കൈയിനകത്തോട്ട് ഇട്ട് നോക്കാം. ഇരുമ്പ് വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനുകളെല്ലാം കൂടെ വന്നിട്ട് നമ്മളെ കയ്യിലോട്ട് കയറുന്നതാണ്. നമ്മൾ വന്ന ഉടനെ തന്നെ അതിൻ്റെ എല്ലാം വന്ന് കരയിലോട്ട് കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. തീറ്റ കൊടുക്കാനുള്ള സമയമായിരുന്നു. സിലോപ്പിയാണ്, ചിത്തർലാട സിലോപ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഇതൊരു 4 മാസം പ്രായമായി. 4 മാസം ആയിട്ടില്ല, അതിനകത്തേ ആവുന്നുള്ളൂ. 120 ആണ് ചെറിയ കുളത്തിൽ വെച്ചിരുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് 80 ആക്കുക. ഇതൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയ പരിപാടികളാണ്. വളരെ ചിലവ് കുറച്ച് ചെയ്ത കുളവും അതിൻ്റെ 120 ഇവിടെ ഉണ്ട് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാം വളരെ ചെലവ് സ്ക്രാപ്പിലോട് നമ്മൾ ചെയ്തതാണ്. ഞാനും അനിയനും ചേട്ടനും ഒക്കെ കൂടിയാണ് ചെയ്തത്. നോർമൽ അഡാപ്റ്റർ 80 നമ്മൾ എക്സ്ട്രാ അഡാപ്റ്റർ അതിനകത്തുനിന്ന് ഹോസ്പിറ്റൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് 80 വെക്കണം. ചേട്ടാ ചെയ്യട്ടെ. സ്വിച്ച് ഇടണം. അങ്ങനെ നമ്മളെ 80 കൊണ്ട് സ്ഥാപിച്ചു. അത് അടിപൊളിയായിട്ട് ഏറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ. നമ്മൾ 120 ഇളക്കിയത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മളെ വലിയ കുളത്തിലോട്ട് കൊണ്ടുവന്ന് ഇത് ചെയ്യാം.